ഈ പ്രചാരണത്തിൽ നിന്ന് CPM പ്രതിരോധത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രചാരണ രംഗത്ത് നിന്ന് പ്രതിരോധത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം CPM ഉണ്ടായിരുന്നു. അവരാദ്യം മുതലേ പ്രതിരോധത്തിലാണല്ലോ കേരളത്തിലെ ജനങ്ങളെ അവരെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആയാലും ഏറ്റവും ഒടുവിൽ എന്ന ഏറ്റവും വികാരപരമായിട്ടുള്ള മനുഷ്യ മനസ്സുകളെ ആകെ വേദനിപ്പിക്കുന്ന സിദ്ധാർത്ഥ സംഭവത്തിലായാലും ഒക്കെ തന്നെ CPM മത്സരിക്കുകയാണ് എങ്ങനെയാണ് ഓരോ ജനകീയ പ്രശ്നങ്ങളിലും പ്രതിരോധത്തിലാവുക എന്നുള്ളത്. അതുകൊണ്ട് അവർ ടോട്ടലി ഇൻ ഡിഫൻസ് കേരളത്തിൽ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ BJPയെ സഹായിക്കാൻ ചില സ്ഥാനാർത്ഥികൾ വെച്ചിരുന്ന ആക്ഷേപം പ്രത്യേകിച്ച് അങ്ങേ ഉൾപ്പെടെ ഉദ്ദേശിച്ചത് ഇത്തരം തമാശകൾ പറയാനേ ഇനി അവർക്ക് കൊണ്ട് പറ്റുള്ളൂ. ഈ അവർ തമാശകൾക്കിടയിലും ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റാണ് കേരളത്തിൽ മത്സരം CPMഉം BJPയും തമ്മിലാണ്. BJPയുടെ ഇത്രയും വലിയൊരു PR ഏജൻസി ജയരാജനല്ലാതെ വേറെ ആരുണ്ട്? കേരളത്തിൽ BJP പോലും പറയുന്നില്ല ഞങ്ങൾ സീരിയസ് ആയ കണ്ടസ്റ്റിലുണ്ടെന്ന്. അപ്പോൾ അത്ര സീരിയസ് ആയ കണ്ടസ്റ്റിലില്ലാത്ത BJPയും CPMഉം ആണ് കണ്ടസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ഗൂഢോദ്ദേശം എന്താണ്? ഇറ്റ്സ് എ ഹിഡൻ അജണ്ട. രണ്ടുപേർക്കും ഒറ്റ അജണ്ടയേ ഉള്ളൂ: കോൺഗ്രസിനെ തോൽപ്പിക്കുക, കോൺഗ്രസിനെ ഇല്ലാതാക്കുക. രണ്ടുപേരുടെ അജണ്ട ഒന്നാണ്. ഡൽഹിയിലെ മാസ്റ്റർ അതിനുവേണ്ടി ഏത് ഹീനശ്രമവും നടത്തും. പൊളിറ്റിക്കൽ പാർട്ടികളുടെ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതാക്കാൻ വേണ്ടി ക്ലിയർ ആയിട്ടുള്ള ഡിക്റ്റേറ്റർഷിപ്പ് ഭരണം നടത്തും. ഇവിടുത്തെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയേക്കാൾ മുന്നിൽ അക്കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്യു കുഴൽനാടനിൽ ഇരിക്കുകയല്ലേ? എന്താ ചെയ്ത് ഷിയാസിനി മാത്യു കുഴൽനാടനും കഴിഞ്ഞ ദിവസം? അവരെന്താ തെറ്റ് ചെയ്തത്? അപ്പോൾ എതിരാളികളെ അകത്താക്കുക, എതിരാളികളെ നിഷ്പ്രഭമാക്കുക, ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അവരുടെ പരിപാടി. അതിനാണ് അവരുടെ ശ്രമം, അതിനാണ് പാക്കേജ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് അണികൾ പോലും അത് സമ്മതിക്കില്ല. കേരളത്തിൽ ജനങ്ങൾ ഒട്ടും സമ്മതിക്കില്ല. ഒരാശങ്കയില്ല. കാരണം ഇത് ജനങ്ങൾക്ക് മുമ്പിൽ ഇപ്പം എല്ലാവർക്കും അറിയാം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എല്ലാവർക്കും അറിയാം രഹസ്യ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. CPM BJP പാക്കേജ് എവിടെയൊക്കെ നടക്കുന്നുണ്ടെന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ വിവരം കോമൺ സെൻസുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഈ എക്സ്പോസ്ഡ് ആയ കാര്യങ്ങളൊന്നും ഇനി വിജയിക്കാൻ പോകുന്നില്ല. അത് സമ്പൂർണ്ണ പരാജയമായിരിക്കും. ആ ഒരു സീറ്റും കൂടെ ജയിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് വിനീതനായി എന്നെ ഏൽപ്പിച്ചത്. ആലപ്പുഴയിലെ ജനങ്ങളുടെ അടുത്ത് പോവുകയാണ്, അവരാണ് തീരുമാനിക്കേണ്ടത് അന്തിമമായിട്ട്. ഞാൻ സ്ഥാനാർത്ഥികളെക്കുറിച്ച് വ്യക്തിപരമായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല.